ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പാൻസിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഇതിന് മുൻപത്തെ വീഡിയോയിലാണ് കട്ടിങ് ഉള്ളത്. അപ്പോൾ കട്ടിങ് കാണണമെന്ന് ആവശ്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ക്രോച്ച് ഭാഗം ഇതുപോലെ രണ്ടിൻ്റെ ബാക്കിലെയും ഫ്രണ്ടിലെയും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്രണ്ട് ഭാഗത്ത് ഒരു ടക്സും കൊടുത്തേക്കാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടുള്ള ഒരു ബാൻഡ്, അതായത് ഒരു സ്ട്രിപ്പ് തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അകത്ത് വയ്ക്കുന്ന സ്റ്റിഫിൻ്റെ വീതിയേക്കാളും 1/2 ഇഞ്ച് രണ്ട് വശത്തും തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ വേണം ബാൻഡ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം. കറക്റ്റ് അളവ് വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ആ സ്ട്രിപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം. ക്യാൻവാസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ അയൺ ചെയ്ത് ഒരു സൈഡ് അതിലേക്ക് മറിച്ച് വെച്ച് ഒന്ന് തയ്ച്ചും കൊടുക്കണം. ബാക്കി തയ്യൽ തുമ്പിൻ്റെ ഭാഗം ഇതുപോലെ മടക്കി വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, ആ ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്രണ്ട് പോർഷനിലെ അകത്തെ വശത്ത് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇതുപോലെ 1/2 ഇഞ്ച് തയ്ച്ച ശേഷം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മടക്കി സ്റ്റിഫ് നല്ല വശത്ത് വരുന്ന രീതിയിലായിരിക്കും ക്യാൻവാസിൻ്റെ ഭാഗം, തേച്ച് അയൺ ചെയ്ത ഭാഗം നല്ല വശത്തേക്കായിരിക്കും വരുന്നത്, ഫേസ് ചെയ്തിരിക്കുന്നത്. അയൺ ചെയ്ത ഭാഗം വരുന്നത് നല്ല വശത്തായിരിക്കും. അങ്ങനെ ബാൻഡ് നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് ബാൻഡ് തയ്ച്ചെടുക്കാം. അതിനുശേഷം ഇലാസ്റ്റിക്കിൻ്റെ വീതിയേക്കാളും ഡബിളായിട്ട് എടുത്തിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് രണ്ട് വശത്തും കിട്ടുന്ന രീതിയിൽ എക്സ്ട്രാ കൊടുത്തുകൊണ്ട് ഒരു ബാൻഡ് കൂടി കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇലാസ്റ്റിക് എടുത്തിട്ട് അതിൻ്റെ വീതിക്ക് ഡബിൾ എടുക്കുക. എന്നിട്ട് അതിന് 1/2 ഇഞ്ച് വീതം രണ്ട് സൈഡിലും തയ്യൽ തുമ്പും ആവശ്യത്തിന് എടുക്കുക. നാലിഞ്ച് വീതിയുണ്ട് ഞാനെടുത്ത സ്ട്രിപ്പിന്. ഇനി നല്ല വശത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഫ്രണ്ട് പോർഷൻ സൈഡ് ചേർത്ത് വെച്ച് കൊടുക്കാം. സൈഡിൽ കറക്റ്റ് സ്റ്റിച്ച് വരുന്ന ഭാഗങ്ങൾ തമ്മിൽ അടുപ്പിച്ച് വെച്ച ശേഷം ഇതുപോലെ ഒന്ന് സൈഡിൽ താഴെ വരെ മടക്കി തയ്ക്കുന്ന ഭാഗം വരെ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴെ സൈഡ് ഭാഗത്ത് ചെറിയ സ്ലിറ്റ് കൊടുക്കുന്നത് കൊണ്ട് ഏറ്റവും താഴെ വരെ സ്റ്റിച്ച് ചെയ്യേണ്ട. അത് നമ്മൾ മടക്കി തയ്ക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അവിടെ കെട്ടിട്ട് നിർത്തുക. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി ഈ സൈഡും അതേപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും ഒരുപോലെ തന്നെ ക്ലോസ് ചെയ്ത് തയ്ച്ചെടുക്കണം. സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണോ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഭാഗം വരെ വേണം സ്റ്റിച്ചിങ് വരേണ്ടത്. അവിടെയാണ് കെട്ടിട്ട് നിർത്തേണ്ടത്. ഇതേപോലെ ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച ശേഷം രണ്ട് സൈഡും തുല്യമായിട്ട് അളന്ന് മാർക്ക് ചെയ്ത ശേഷം അവിടെ വരെ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഏറ്റവും താഴെ ഒരു 1/2 ഇഞ്ച് നമുക്ക് മടക്കി അകത്തേക്ക് പോകും. ആ ഭാഗം 1/2 ഇഞ്ച് മാത്രം ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ തയ്ച്ച് അവിടെയും ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. ഈ 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത ഭാഗവും സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തിൻ്റെ ഇടയ്ക്കുള്ള ഭാഗമായിരിക്കും നമുക്ക് സ്ലിറ്റായിട്ട് വരാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തില്ലേ മുകളിൽ നിന്ന് താഴെ വരെ ആ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ഭാഗം തുടങ്ങി ഇതുപോലെ സൈഡ് തയ്ച്ചു കൊടുക്കാം.
ബാൻഡ് വരുന്ന ഭാഗം എത്തുമ്പോൾ ബാക്കിലെ പോർഷൻ ഫ്രണ്ടിലേക്ക് മടക്കി വെച്ച് ഫ്രണ്ടിലെ ബാൻഡ് അകത്ത് പോകുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നാലാണ് മറിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. ഇതുപോലെ ആ താഴെ ഭാഗത്തൊരു ഗ്യാപ്പ് വരും, അവിടെയാണ് നമ്മൾ സ്ലിറ്റ് തയ്ച്ചു കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് മടക്കേണ്ട ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ ഭാഗം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്ത ശേഷം അതിൻ്റെ സൈഡ് വഴി അകത്ത് വെച്ചിട്ട് ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നോക്കി ചെയ്യുക. അപ്പോൾ സംശയം ഉണ്ടാവില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് സൂം ചെയ്തിട്ട് നോക്കാവുന്നതാണ്. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് നിർത്തി അതേ പോയിന്റിൽ നിന്ന് തന്നെ താഴേക്ക് സൈഡ് തയ്ച്ച് ക്ലോസ് ചെയ്യണം. മുകളിൽ നിന്ന് നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ ഒരു കെട്ടിട്ടിട്ടില്ലേ, ആ ഭാഗത്തുനിന്ന് താഴേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ തിരിച്ചെടുക്കാം. ആ കോർണർ കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. രണ്ട് സൈഡും നമ്മളുടെ ലെങ്ത്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം ആദ്യമേ തന്നെ, എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ വരും. തുണിയുടെ വലിവ് ഇങ്ങനെ തുണി വലിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു തയ്യൽ തുമ്പിൻ്റെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് അയൺ ചെയ്തും അതുപോലെ പിൻ ചെയ്തൊക്കെ വെച്ചിട്ടൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഇനി നമ്മൾ ഇതുപോലെ മടക്കി തയ്ച്ച് കൊടുക്കുക. അകത്തേക്ക് ഒരു 1/4 ഇഞ്ച് അകത്തേക്കും മടക്കി ഇതുപോലെ തയ്ച്ചെടുക്കാം. ഇനി സൈഡ് ഭാഗമെല്ലാം അളവിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെയും സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യാം. സൈഡിൽ എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റായിട്ട് എടുക്കാം. ഇനി ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ച് വെച്ച ശേഷം നമുക്കതിൻ്റെ അകത്ത് ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. സൈഡിൽ നമ്മളുടെ ആ തയ്യൽ തുമ്പ് വന്ന ഭാഗത്തേക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബോക്സ് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് നല്ല ടൈറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു 1-2 സ്റ്റിച്ച് നന്നായിട്ട് സ്ക്വയറായിട്ട് ഒന്ന് ഇങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ട് ഉറച്ചിരുന്നോളും. ഇനി അതിൻ്റെ അകത്തേക്ക് അതിൻ്റെ കറക്റ്റ് വീതിയിൽ തന്നെ ചേർത്ത് വെച്ചിട്ട് മടക്കിയ വശം ഈ വശത്തേക്ക് വെച്ചിട്ട് ആ തയ്യൽ വരുന്ന ഭാഗത്തു കൂടെ അതിൻ്റെ മുകളിലൂടെ മാത്രമായിട്ട് ആ കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം നന്നായിട്ട് തയ്യൽ തുമ്പെല്ലാം അകത്തേക്ക് പോകുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇടയ്ക്ക് ഇലാസ്റ്റിക് ഇതുപോലെ ഒന്ന് വലിച്ച് ചുരുക്കി എടുക്കണം. അപ്പോൾ ഇലാസ്റ്റിക് തീരുന്നതിനനുസരിച്ച് പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക. വലിച്ച് ലെവൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് തയ്യൽ തുമ്പ് അകത്തേക്ക് പോകുന്ന രീതിയിലാക്കിയതിന് ശേഷം ഇലാസ്റ്റിക്കയിൽ സ്റ്റിച്ച് വരാത്ത രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സൈഡിലും നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ കറക്റ്റായിട്ട് ആ തയ്യൽ തുമ്പിൻ്റെ സൈഡിൽ വന്നിരിക്കുന്ന ഭാഗത്തേക്ക് കുറച്ച് ചേർത്ത് വെച്ച ശേഷം ഇതുപോലെ ബോക്സ് പോലെ അവിടെയും സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിച്ച് വയ്ക്കാം. രണ്ട് സൈഡും ക്ലോസ് ചെയ്ത് തയ്ച്ചു.
ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിലൂടെ ഒന്ന് നീളത്തിൽ വലിച്ചു പിടിച്ച് തയ്ക്കാം. 2 തവണയായി 2 ലൈനായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം വലിച്ചു പിടിച്ച ശേഷം. അതല്ലെങ്കിൽ ഇടയ്ക്ക് ഓരോ ടക്സ് പോലെ ഇടയ്ക്ക് സെൻറ്റർ ഭാഗത്തും അതിൻ്റെ നടുക്ക് വരുന്ന രീതിയിൽ എല്ലാ ഭാഗത്തേക്കും പ്ലീറ്റ്സ് ഒരേപോലെ ആക്കിയതിന് ശേഷം ഒന്ന് നേരെയായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാലും മതി, മറിഞ്ഞു പോകാതിരിക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴുകുന്ന സമയത്തും ഒക്കെ ചിലപ്പോൾ ഒന്ന് ഇലാസ്റ്റിക് മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇടയ്ക്കൊരു സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നേരെ തന്നെ നിന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാൻസിൻ്റെ സ്റ്റിച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. താങ്ക് യു.